നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കേരള സർവകലാശാല പോരിൽ സമവായ നീക്കത്തിന് സർക്കാർ ശ്രമം. പ്രശ്നപരിഹാര ചർച്ച നടക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. VC വിളിച്ച് സംസാരിച്ചിരുന്നു. ആവശ്യമെങ്കിൽ ഗവർണറുമായും സംസാരിക്കുമെന്നും ആർ ബിന്ദു. VC സർവകലാശാലയിൽ എത്തിയത് ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്നും മന്ത്രി. സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചാൻസലർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് അദ്ദേഹത്തെ ആവശ്യമെങ്കിൽ അദ്ദേഹത്തെയും കണ്ട് സംസാരിക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, ഇക്കാര്യങ്ങൾക്കൊരു അന്ത്യമുണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഓരോ ദിവസവും അധികാരപ്പോരിൽ ഓരോ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർ ബിന്ദുവിന്റെ വാക്കുകൾ റെലവൻ്റായി മാറുന്നത്. എത്തരത്തിലായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ? എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നത്? സമവായ നീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. കാരണം കേരള സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ കലാപാന്തരീക്ഷമാണ്. അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ ഭാവിയെ സാരമായി ബാധിക്കും എന്നാണ് ഈ സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇനി ഇത് പരിഹരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത്. മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത് അല്ലെങ്കിൽ മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഗവർണറുമായി സംസാരിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ VC മോഹനകുന്നൂലുമായി സംസാരിച്ചു എന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയതിനു ശേഷമാണ് അദ്ദേഹം സർവകലാശാലയ്ക്ക് വരികയും ഈ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒപ്പിടുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് നേരത്തെ VC ഒക്കെ കടന്നാക്രമിച്ചിരുന്ന ആർ ബിന്ദു ഇന്ന് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നില്ല. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എന്തായാലും ഈ പ്രശ്നം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നീക്കം സർക്കാരിനില്ല. അല്പം പിന്നോക്കം പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുകയും ചെയ്തത്. അതിനുള്ള നീക്കങ്ങളാണ് പ്രധാനമായി നടക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം, ആവശ്യമെങ്കിൽ ഗവർണറുമായും സംസാരിക്കും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിന് പറയുന്ന ഒരു കാര്യം, ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് അനിശ്ചിതമായി ഈ പ്രശ്നം നീണ്ടുപോയാൽ അത് കുട്ടികൾക്ക് ഗുണകരമാകില്ല. അതുകൊണ്ട് പരിഹരിക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇനി അറിയേണ്ടത് ഒരു കാര്യമാണ്. കാരണം രജിസ്ട്രാർ KS അനിൽകുമാർ തുടരുമോ എന്നുള്ളതാണ്. അത് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. അത് VC സസ്പെൻഡ് ചെയ്തതാണ്. അതാണ് രാജ്ഭവന്റെ നിലപാട് കൂടി. എന്നാൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അദ്ദേഹത്തെ രജിസ്ട്രാറായി വെച്ചതാണ്. അതിൽ നിന്ന് ആര് പിന്നോക്കം പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അത് സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ്. അത് സർക്കാർ പിന്നോക്കം പോയാൽ ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. രാജ്ഭവൻ പിന്നോട്ട് പോയാൽ ആ രീതിയിൽ ഗവർണർക്ക് തിരിച്ചടി അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമവായ നീക്കം തന്നെയാണ് നടക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. ശരി ബിനിൽ, ആ സമവായം എത്തരത്തിലാണ് എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടതുള്ളത്.